ഒരിക്കൽ ജീവിതത്തിൻ്റെ വസന്തകാലത്തെ പ്രണയിച്ചവളായിരുന്നു അവൾ. പക്ഷേ പ്രണയപാത്രം പങ്കിട്ടവൻ്റെ ഹൃദയപാത്രത്തെ തൊട്ടറിഞ്ഞപ്പോൾ അവൾക്ക് ശേഷിപ്പായത് ഏകാന്തതയുടെ കനം നിറഞ്ഞ മുൾക്കാടുകളാണ്. പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ OS പ്രിയദർശനൻ്റെ അഖേദ എന്ന നോവലിൻ്റെ അകത്തുടിപ്പിൻ്റെ ആത്മാവ് അങ്ങനെയാണ്. പതിറ്റാണ്ടുകൾക്ക് മുന്നേ നമ്മൾ പുരാണങ്ങളിൽ കേട്ടുവളർന്ന ദമയന്തി, നമ്മൾ പഠിച്ചറിഞ്ഞ പുസ്തക കഥയിലെ ചിരപരിചിതയായ രാജകുമാരിയായ ഒരു ആരാധനാ പ്രതീകമാണ്. എന്നാൽ അവരല്ല അഖേദയിലെ ദമയന്തി. നമ്മൾ നിത്യേന കാണുന്ന, കഥനഭാരം പേറുന്ന, നമുക്ക് ചുറ്റുമുള്ള, നാം അറിയുന്ന സ്ത്രീകളുടെ മുഖമാണ് അവൾക്ക്. സ്വപ്നങ്ങളെ തുന്നിക്കൂട്ടി പറക്കുന്ന, തളർന്നെങ്കിലും തകർന്നിട്ടില്ലാത്ത മനസ്സിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, നഷ്ടഭാവത്തിൻ്റെ മുറിവുകളിൽ നിന്നും സിരകളിൽ പുത്തനോർജത്തിൻ്റെ ഇന്ധനം നിറയ്ക്കുന്ന, പലരിൽ ഒരാളായ സ്ത്രീശക്തിയുടെ പുതിയ പ്രതീകം. കേട്ടിലാളിച്ച കഥയിലെ ആഖ്യാന തൃഷ്ണയെ മാറ്റി പച്ച ജീവിതത്തിൽ പ്രതിരോധത്തിൻ്റെ വേറിട്ട വെളിച്ചം വീശുന്നവളായി അഖേദയെ മാറ്റിയെടുക്കുകയാണ് കഥാകാരൻ. രാജവംശത്തിൻ്റെ അർത്ഥതലങ്ങളിൽ നാം ആരാധനയോടെ കണ്ട രാജ്ഞിക്ക് പകരം പ്രതിസന്ധികൾ നിറഞ്ഞ ചുറ്റുപാടുകളിൽ ജീവിക്കാനുള്ള രാജകീയത തേടുകയാണ് അഖേദ. പരമ്പരാഗത ശീലങ്ങളിൽ നിന്നും ഇടമാറി മാറ്റത്തിൻ്റെ മറുഭാഗത്തെ കാട്ടിക്കൊടുക്കുകയാണ് ഇവിടെ രാജ്ഞി. പ്രണയത്തിൽ ഉറച്ച വിശ്വാസം കൊണ്ട് ഭർത്താവിനൊപ്പം പുറപ്പെട്ട ആ സ്ത്രീ ഒരു ദിവസം പ്രിയപ്പെട്ടവനാൽ തന്നെ കാടിൻ്റെ നടുവിൽ ഉപേക്ഷിക്കപ്പെടുന്നു. എത്രത്തോളം നിശേഷമായിരിക്കും ആ വേദന. വിലപ്പെടുത്തിയതെല്ലാം ഒറ്റ മുറിവിലായി ഒതുങ്ങുന്ന ആ നിമിഷം. പക്ഷേ അഖേദയിലെ ദമയന്തി കരയാൻ മാത്രം പിറന്നവളല്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരല്ല വീഴുന്നത്, അതിജീവനത്തിൻ്റെ തീച്ചൂടാണ് വീഴുന്നത്. ഈ നോവലിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അവൾ ഒരു ചരിത്ര കഥാപാത്രമല്ല, അവൾ ഇന്നത്തെ സ്ത്രീയാണ്. വിശ്വാസദ്രോഹത്തിൻ്റെ വേദന അനുഭവിച്ചിട്ടും ചിതറാതെ പതറാതെ നിൽക്കുന്ന, നഷ്ടങ്ങളിൽ നിന്നും പുനഃസൃഷ്ടിക്കുന്ന, തനിക്കെതിരായി തിരിഞ്ഞു നിൽക്കുന്ന, ലോകത്തിന് നേർക്ക് നോക്കാൻ മടിക്കാത്തവൾ. നോവലിൽ സുദേവൻ ചോദിക്കുന്നുണ്ട്, 12 വർഷം ഒന്നായി പൊറുത്തവന് ഒരു നിമിഷത്തെ ചിന്തയിൽ വേർപെട്ടു പോകാനാവുമോ എന്ന്. ആ ചോദ്യത്തിന് ദമയന്തിയുടെ മറുപടി, കഴിയും സുദേവ, കഴിയില്ലെന്നാണ് ഞാനും കരുതിയിരുന്നത്. 12 വർഷമല്ല, 12 ദശകം ഒന്നായി കഴിഞ്ഞാലും മനുവിലും തനുവിലും ഒരാൾ മറ്റൊരാളിന് അപരിചിതമായാൽ വേർപാട് എന്നത് ഒരു അത്ഭുതമല്ല എന്ന്. അതാണ് അഖേദയിലെ പുതിയ സ്ത്രീ ശബ്ദം, അഗാധമായ ധൈര്യത്തിൻ്റെ ശബ്ദം. എഴുത്തുകാരൻ്റെ ഭാഷ ഈ നോവലിൻ്റെ മറ്റൊരു മായാജാലമാണ്. ശബ്ദത്തിൽ തുളുമ്പുന്ന സംഗീതമുണ്ട്, വാക്കുകളിൽ ഇരുമ്പ് ശക്തിയുണ്ട്. ഓരോ വരിയും സുന്ദരമായ മുറിവാണ്, വേദനിപ്പിക്കുമ്പോഴും മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ഒന്ന്. ആഖ്യാനം ഒഴുകുന്ന ഒരു നദി പോലെ ഒരിടത്ത് കനൽപ്പാറകളിലേക്കും മറ്റെങ്ങോ നിശബ്ദമായ കുളങ്ങളിൽ ആഴത്തിലേക്കും കൊണ്ടുപോകുന്നു. ഏതാ ഒന്നിൽ മാത്രം കേന്ദ്രീകരിക്കുന്നില്ല. ഇത് ഒട്ടേറെ സ്ത്രീകളുടെ പേരിൽ പറയുന്ന ഒരു പ്രച്ഛന്ന പ്രഖ്യാപനമാണ്. പ്രണയം തകർന്നാലും ജീവിതം തകർക്കേണ്ടതില്ല. പ്രതീക്ഷയാണ് ജീവിതത്തിൻ്റെ ഏകമച്ച. നഷ്ടം ഒരു ഇടവേള മാത്രം, അവസാനമല്ല. വായനക്കാരനെ മാറ്റുന്ന ഒരു പുസ്തകം. ഈ നോവൽ ഒരു കഥ പറയുന്നതല്ല, ഇത് വായനക്കാരെ തന്നെ ഒരു കഥയാക്കി മാറ്റുന്നു. അവളുടെ വേദനയിൽ നമ്മുടേത് കേൾക്കാം, അവളുടെ പോരാട്ടത്തിൽ നമ്മുടേത് കാണാം, അവളുടെ വിജയത്തിൽ നമ്മൾ തന്നെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അവസാന പേജിൽ ദമയന്തിയുടെ ജീവിതം ഒരു പ്രഖ്യാപനമായി മാറുന്നു. സാധാരണ എല്ലാവരും വായിക്കണം എന്നതിൽ നിന്നും ഏറെ ഉയർന്ന ഒരാഹ്വാനം ഞാനിവിടെ നൽകാം. കഥ ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് മാത്രം കേൾക്കരുത്. ഒരിക്കൽ നിങ്ങൾ തന്നെ അവളുടെ പക്കലിരുന്ന് വാക്കുകളുടെ ഈ കാട് കടന്ന് നടക്കണം. അതെ, അഖേദ നിങ്ങളെ തന്നെ അന്വേഷിച്ചു വരും. നിങ്ങൾ ഒരിക്കൽ അതിനെ തുറന്നു നോക്കിയാൽ മാത്രം മതി. വായിക്കുക എന്ന ഒരു അഭ്യർത്ഥനയില്ല, നിങ്ങൾക്ക് വേണ്ട സമയത്ത് നിങ്ങളെ കണ്ടെത്തട്ടെ എന്നൊരു ആശംസ മാത്രം നേരുന്നു. അഖേദ വായനക്കാരെ തേടി സ്വന്തം യാത്ര തുടരട്ടെ. ആശംസകൾ.